ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ വയേഴ്സ് ആൻഡ് കേബിൾസ് നിർമ്മാണ മേഖല ഹിസ്റ്റോറിക്കലി അതൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇന്ത്യയിലെ വൻകിട കമ്പനികൾ തുടക്കത്തിലൊന്നും ഈ ഒരു മേഖലയിൽ കടന്നു കയറിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ടാറ്റ, റിലയൻസ് പോലെയുള്ള കമ്പനികളൊന്നും നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയില്ല. എന്നാൽ പിന്നീട് പല കോർപ്പറേറ്റ് കമ്പനികളും ഈ ഒരു മേഖലയിലേക്ക് കടന്നു കയറുകയാണ് ഉണ്ടായത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് 3 കമ്പനികളെ അതിൻ്റെ ലേറ്റസ്റ്റ് Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ പ്രധാന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പവർ കേബിൾസ് ആണ്, മറ്റൊന്ന് ബിൽഡിംഗ് വയേഴ്സ് ആണ്, ബിൽഡിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന വയറുകൾ. അതുപോലെ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കേബിൾസ് ആണ്, ഇത് പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കേബിൾസ്. ഇതുപോലെ ടെലികോം കേബിൾസുകളുണ്ട്, അതേപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, ഇതുപോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള കേബിളുകൾ. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളുടെ ഒരു ഡിമാൻഡ് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് നമുക്കറിയാം. ഇവിടെ കുടുംബാംഗങ്ങളൊക്കെ അവരുടെ ആ ഒരു കോമ്പൗണ്ട് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ആവുകയും അങ്ങനെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ വലിയ ആവശ്യം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളമായിട്ടുള്ള കൺസ്ട്രക്ഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇലക്ട്രിഫിക്കേഷനും വയറിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ സ്മാർട്ട് സിറ്റികൾ, റൂറൽ മേഖലകളിലുള്ള ഒരു അർബനൈസേഷൻ, കേബിൾ ആൻഡ് വയേഴ്സിൻ്റെ ഡിമാൻഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഇതിൻ്റെ ആവശ്യം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കൂടാതെ ചെറുകിട വ്യവസായ പദ്ധതികൾക്ക് പല വിധത്തിലുള്ള ഇൻസെൻറ്റീവ്സ് നൽകിക്കൊണ്ട് സർക്കാർ പ്രോത്സാഹനം നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ധാരാളമായിട്ട് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ വൻതോതിൽ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഈ ഒരു കേബിളിൻ്റെ വയറിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ നമ്മളെല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും അതുപോലെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് രംഗത്തൊക്കെ ധാരാളമായിട്ടുള്ള കേബിൾസിൻ്റെയും വയേഴ്സിൻ്റെയും ഒക്കെ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു മേഖലയിലും ഈ സോളാർ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കേബിളുകളും വയറുകളും, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട കേബിളുകൾ, ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു മേഖല വൻതോതിലുള്ളൊരു കുതിച്ചുചാട്ടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏകദേശം 75,000 കോടിക്ക് മുകളിലാണ്. കൂടാതെ ഓരോ വർഷവും 15% വെച്ച് ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ എക്സ്പോർട്ട് മാർക്കറ്റിലും വൻതോതിലുള്ള വളർച്ചയാണ്. ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റിലൊക്കെ കയറ്റുമതി ആവശ്യവും വൻതോതിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. അപ്പോൾ വയേഴ്സ് ആൻഡ് കേബിൾ രംഗത്ത് ഏകദേശം 25ഓളം ചെറുതും വലുതുമായ കമ്പനികൾ നമുക്ക് NSEയിൽ ലിസ്റ്റ് ചെയ്തതായി കാണാം. അതിൽ പ്രധാനപ്പെട്ട 3 ടോപ്പ് കമ്പനികളാണ് നമ്മളിവിടെ താരതമ്യത്തിനെടുക്കുന്നത്. ഒന്ന് പോളിക്യാബ്, മറ്റൊന്ന് KA ഇൻഡസ്ട്രീസ്, മറ്റൊന്ന് ഫിനോലെക്സ് കേബിൾസ്. ഈ 3 കമ്പനികൾ അവർ ഒടുവിൽ പുറത്തുവിട്ട Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ലേറ്റസ്റ്റ് Q4 റിസൾട്ടിൽ ഈ പോളിക്യാബിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 29% വർധനവ് കാണാൻ കഴിയും. അതായത് മാർച്ച് 23 ഉണ്ടായിരുന്ന സെയിൽസും ഈ വർഷത്തെ ഈ മാർച്ച് 2024 മാർച്ച് കമ്പയർ ചെയ്യുമ്പോൾ 29% വർധനവ് നമുക്ക് സെയിൽസിൽ കാണാൻ കഴിയും. ഇതേപോലെ പ്രോഫിറ്റിലും 28% വർധനവ് പോളിക്യാബിൽ കാണാം. KA ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവിടെ 18% വർധനവും പ്രോഫിറ്റിൽ 22% വർധനവുമാണ് കാണാൻ കഴിയുക. ഫിനോലെക്സ് കേബിൾസ് എടുക്കുകയാണെങ്കിൽ അവിടെ 14% ഇയർ ഓൺ ഇയർ വളർച്ചയും, അതുപോലെ പ്രോഫിറ്റിൽ 8% ഇയർ ഓൺ ഇയർ വളർച്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് ഡിസംബർ ക്വാർട്ടറിലെയും ഈ ക്വാർട്ടറിലെയും മാർച്ച് ക്വാർട്ടറിലെയും ആ ഒരു ഡിഫറൻസ്, പോളിക്യാബിൻ്റെ പ്രോഫിറ്റിൽ 32% വർധനവും അതേപോലെ സെയിൽസിൽ 28% വർധനവും കാണാൻ കഴിയും. KAയുടെ നോക്കുകയാണെങ്കിൽ അവിടെ 12% പ്രോഫിറ്റ് വളർച്ചയും അതുപോലെ സെയിൽസിൽ 12% വളർച്ചയുമാണ്. എന്നാൽ ഫിനോലെക്സ് കേബിൾസിൽ 14% വർധനവും സെയിൽസിൽ 14% മറ്റൊരു വർധനവും നമുക്ക്
കാണാൻ കഴിയും. Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും പോളിക്യാബാണ് എല്ലാ സ്റ്റോക്കുകളെയും ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ ഫിനോലെക്സും നല്ല റിസൾട്ടാണ് ക്വാർട്ടറിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് 2022-23 ഫൈനാൻഷ്യൽ ഇയറും അതുപോലെ 2023-24 ഫൈനാൻഷ്യൽ ഇയറും തമ്മിൽ അതിൻ്റെ ക്വാർട്ടർ റിസൾട്ടുകൾ മൊത്തത്തിലുള്ള 4 ക്വാർട്ടറുകൾ തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ പോളിക്യാബിൻ്റെ 27% വർധനവും പ്രോഫിറ്റ് ഗ്രോത്തിൽ 46% വർധനവും കാണാൻ കഴിയും. KE ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ സെയിൽസ് ഗ്രോത്തിൽ 17% വർധനവും പ്രോഫിറ്റ് ഗ്രോത്തിൽ 21% വർധനവും കാണാൻ കഴിയും. ഇപ്പോൾ ഫിനോലെക്സ് കേബിൾസ് നോക്കുകയാണെങ്കിൽ അവിടെ 11% വർധനവും പ്രോഫിറ്റിൽ 13% വർധനവും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും പോളിക്യാബ് തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ പോളിക്യാബിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 57 നിൽക്കുന്നത്. KEയുടേത് 64% നിൽക്കുന്നത്. ഫിനോലെക്സ് കേബിൾസിൻ്റെ 37% നിൽക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് ഫിനോലെക്സ് കേബിൾസാണ്. ഇനി 1 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റിട്ടേൺ നൽകിയിട്ടുള്ളത് KE ഇൻഡസ്ട്രീസാണ്. കഴിഞ്ഞ ഒരു വർഷം 114% റിട്ടേൺ നൽകുകയുണ്ടായി. പോളിക്യാബ് അവരുടെ ബിസിനസ്സും സെയിൽസൊക്കെ എല്ലാ കാര്യത്തിലും മുന്നിലാണെങ്കിലും 1 ഇയർ റിട്ടേൺ KE ഇൻഡസ്ട്രീസിനേക്കാൾ താഴെയാണ്. ഇടക്കാലത്ത് പോളിക്യാബിലുണ്ടായിട്ടുള്ള ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കാരണമാണ് ഈ ഒരു 1 ഇയർ ഗ്രോത്ത് അവരുടെ കുറഞ്ഞു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഫിനോലെക്സ് കേബിൾസിൻ്റെത് ഒരു വർഷത്തെ റിട്ടേൺ 52% ആണ്. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 സ്റ്റോക്കുകളും അതിൻ്റെ ഓൾ ടൈം ഹൈ എന്നുള്ള ഒരു ലെവൽ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പോളിക്യാബ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല. ഒരു കറക്ഷന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ, അതായത് 5600 ആ ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ നമുക്കതൊരു ബൈങ് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇനിയും എത്രമാത്രം മുന്നോട്ട് പോകും, എത്രമാത്രം അതിൽ കറക്ഷൻ സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. KE ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അതിലും ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ട് ആ ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ബൈങ് ലെവലാണ് ഇപ്പോൾ ഈ KE ഇൻഡസ്ട്രീസ് തികച്ചും ഒരു ബൈങ് റേഞ്ചിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ കറക്ഷൻ നടന്നു കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ഫിനോലെക്സ് കേബിൾസ് ആണ്. ഫിനോലെക്സ് കേബിൾസിൻ്റെ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഒരു കറക്ഷൻ വരും. അത് ആ ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1457 എന്ന ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഏകദേശം 1300 വരുമ്പോൾ തീർച്ചയായും രണ്ടാമത്തെ ഒരു എൻട്രി പരിഗണിക്കാവുന്ന ഒരു ലെവലിലാണ് ഫിനോലെക്സ് കേബിൾസ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. സോ യു ഡു യുവർ ഓൺ സ്റ്റഡി. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.